ഗൈസ് വെൽക്കം ബാക്ക്. ഞാൻ വിപിത. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോമഡി കുക്കിലെ എവിക്ഷൻ വീക്കാണ് കേട്ടോ ഈ ആഴ്ച വരാൻ പോകുന്നത്. ഈ ആഴ്ച ബിഗ് ബോസ് വീടല്ല, കോമഡി കുക്കിൽ നിന്ന് ഒന്നോ അതിലധികമോ പേർ പുറത്താകും, ഔട്ടാകും. എവിക്ഷൻ മറ്റേ ബിഗ് ബോസിലെ എവിക്ഷൻ പറഞ്ഞേ ഇതിലും അത് കയറി തന്നെ. അപ്പോൾ ഈ ആഴ്ച എവിക്ഷൻ വീക്കാണ് കോമഡി കുക്കിൽ. ഇതിൽ നിന്നും ഒന്നോ അതിലധികമോ പേർ എവിക്ഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ നാളത്തെ എപ്പിസോഡ് കണ്ടറിയാം. എന്തായാലും ക്രൂഷ്യൽ ആയിട്ടുള്ള വീക്കാണ്. കളി, ചിരി, തമാശ ഒക്കെ ഉണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഒരാൾ പുറത്തു പോകും. അത് ആരാണ്, എങ്ങനെയാണ്, ടീം, എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഇന്ന് കോമഡി കുക്കിൽ കിഡില ലുക്കിലാണ് ട്വിങ്കിൾ വരുന്നത്. ട്വിങ്കിൾ രസമാണ് ആള്, നിങ്ങൾ കാണാറുള്ളതല്ലേ. നല്ല കേളി ഹെയർ ഒക്കെ ആയിട്ട്, പക്ഷെ ശരിക്കും ഇത്ര കേളി അല്ല കേട്ടോ ആളുടെ ഹെയർ. എന്നത്തെ പോലെ കിടില ലുക്കില് ട്വിങ്കിൾ വരുന്നുണ്ട്, ജഡ്ജസ്മാർ വരുന്നുണ്ട്. ഭാവന പിന്നെ പറയണ്ടല്ലോ, എപ്പോഴും കിടിലൻ തന്നെ. അപ്പോൾ നല്ല ലുക്കിലാണ് എല്ലാവരും വന്ന് നിൽക്കുന്നത്. എല്ലാവരും എന്ന് വെച്ചാൽ ഈ 3 പേര്. ഈ ആഴ്ച വെറും ഒരു ടാസ്കോട് കൂടിയിട്ട് മാത്രം അവസാനിക്കുന്ന ഒരു വീക്കല്ല, എവിക്ഷൻ നടക്കുന്നുണ്ട്. എവിക്ഷൻ വീക്കാണ്, എലിമിനേഷൻ വീക്കാണെന്ന് അവരെല്ലാം ഓർമ്മപ്പെടുത്തുക മാത്രമല്ല, നമ്മളെ പ്രേക്ഷകരോട് അനൗൺസ് ചെയ്തുകൊണ്ടാണ്, അറിയിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ തുടക്കം. എലിമിനേഷനിലെ കുക്സ് മാത്രമല്ല കേട്ടോ, അതിൽ പൂക്കീസിനും ബാധകമാണ്. പൂക്കീസും കുക്കും പുറത്തു പോകും. ഏതൊക്കെ കുക്കാണ്, ഏതൊക്കെ പൂക്കീസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ആഴ്ചയിലെ തുടക്കം എല്ലാ ആഴ്ചയിലും പോലെ തന്നെ പൂക്കീസിനെ കുക്സ് സെലക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇത്തവണ പൂക്കീസിനെ സെലക്ട് ചെയ്യുന്നത് ഒരു ടെലിഫോൺ ബൂത്ത് അവിടെ വെച്ചിട്ടുണ്ട്. ആ ടെലിഫോൺ ബൂത്തിൽ നിന്ന് കോൾ ചെയ്യുന്നു, പൂക്കീസ് അപ്പുറത്ത് നിൽക്കുന്നു, ഫോൺ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുന്നു. ഇപ്പുറത്ത് കുക്സിന് ആ ഏത് പൂക്കിയാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. പക്ഷെ കാണാൻ പറ്റില്ലല്ലോ, ഫോണിലൂടെ വിളിച്ചിട്ടാണ് സെലക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഏത് പൂക്കിയുടെ കയ്യിലാണോ ബസർ അടിക്കുമ്പോൾ ഫോൺ ഉള്ളത്, ആ പൂക്കിയായിരിക്കും ഈ കുക്കിന് കിട്ടുക. ഇപ്പുറത്ത് നിൽക്കുന്നത് നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഡെയിനെ കിട്ടുമെന്ന് വിചാരിക്കും. പക്ഷെ ഡെയിൻ്റെ കയ്യിലാവണം എന്നില്ല ഫോൺ. ശബ്ദം ഡെയിൻ്റെ ആയിരിക്കാം, പക്ഷേ ഫോൺ ആരുടെ കയ്യിൽ, അശ്വിൻ്റെ കയ്യിലാണെങ്കിൽ അശ്വിനായിരിക്കും ആ കുക്കിന് കിട്ടുക. അതിപ്പുറത്തുള്ള കുക്കിന് അറിയില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു ടാസ്ക്കാണ് തുടക്കം ഉണ്ടായിരുന്നത്. ഈ വീക്ക് തുടക്കം ജിയോ മച്ചാനാണ്. എപ്പോഴും ജിയോ മച്ചാൻ ലാസ്റ്റ് അവസാന ഘട്ടങ്ങളിലൊക്കെയാണ് പോയി എടുക്കാറ്. ഇത് തുടക്കം തന്നെ എടുത്തു. എന്തോ ഈ വീക്ക് അങ്ങോട്ട് അത്രയ്ക്ക് രാശി ശരിയല്ലെന്ന് തോന്നുന്നു ജിയോ മച്ചാൻ വളരെ കോമഡി ആയിട്ട്, വളരെ രസകരമായിട്ട് അവിടെ പൂക്കീസിനെ വിളിക്കുന്നു. അങ്ങനെ നെവിൻ്റെ കയ്യിലല്ല ഫോൺ എന്ന് ഒന്ന് ഡബിൾ കൺഫേം ചെയ്തതിന് ശേഷം ബസറടിക്കുന്നു. എനിക്ക് മതി എന്ന് പറയുന്നു. എന്നിട്ട് ആള് പറയുന്നുണ്ട് നെവിനല്ല, എന്തായാലും നെവിനല്ല. ഓ പാവോട്ടോ, ചതിയായിപ്പോയി. പക്ഷെ ഗൈസ്, ജിയോ മച്ചാൻ നെവിനെ തന്നെ കിട്ടി. ജിയോ മച്ചാൻ്റെ ഈ ഷോയിലേക്കുള്ള എൻട്രി അത്രയ്ക്ക് സമയം ശരിയല്ലെന്ന് തോന്നുന്നു. നെവിനെയാണ് എപ്പോഴും കിട്ടുന്നത്. ഇപ്പോൾ 2ാമത്തെ ആഴ്ചയാണ് നെവിനെ കിട്ടുന്നത്. ഒരു കാര്യവും. ഈ ആഴ്ച പൂക്കീസ് ഓരോരോ ക്യാരക്ടേഴ്സ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഒരു സിനിമയിലുള്ള ഓരോ ക്യാരക്ടറായിട്ട് നമ്മുടെ നെവിൻ എത്തുന്നത് വിക്രം, നമ്മുടെ ചതിക്കാത്ത ചന്തുവിലെ വിക്രമായിട്ടാണ്. സലീം കുമാർ അഭിനയിച്ച മൈക്കൽ ജാക്സൺ ഇല്ലേ, ആ വേഷത്തിലാണ്. ഒരു വ്യത്യാസവും ഇല്ല കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. നമ്മുടെ സലീം കുമാർ എങ്ങനെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ കിടിലം, അത് പകർത്തി വെച്ചിരിക്കുന്നു. ആ വേഷം നെവിനെ ചേരത്തുള്ളൂ. നെവിൻ്റെ ഇൻട്രോ അടിപൊളിയായിരുന്നു. ഈ വീക്ക് കുറച്ച് ആ തീറ്റ അത് കുറച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ കാണാനൊക്കെ ഒരു രസമുണ്ട് കേട്ടോ. നെവിനെ കണ്ടിന്യൂ ചെയ്യുക, കീപ് ഇറ്റ് അപ്പ്. അടുത്തത് അനുമോളാണ് കോൾ ചെയ്യുന്നത്. അനുമോൾ ഇട്ട ഡ്രസ്സ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഗുരുമന്ത്രയിൽ അനുമോള് നമ്മുടെ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഇതേ ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ അനുമോള് കോൾ ചെയ്യുന്നു. കിട്ടില്ല ലുക്കായിരുന്നു കേട്ടോ, ഹെയർ സ്റ്റൈൽ. അനുമോളിപ്പോൾ ഹെയർ സ്റ്റൈലാണെങ്കിലും ലുക്ക് വൈസൊക്കെ ആണെങ്കിലും എപ്പോഴും നല്ലതാണ്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടി ഡേ ബൈ ഡേ കുറച്ചുകൂടി ഭംഗി കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് കൂടെ ഉണ്ടല്ലോ, ഒരു പക്ഷേ ആളുടെ കലാവിരുദ്ധായിരിക്കാം, എന്നാലും നന്നായിട്ടുണ്ട്. അങ്ങനെ അനുമോൾ ആരെ സെലക്ട് ചെയ്യും? അനുമോൾ ശ്രദ്ധാപൂർവം കേട്ടിരുന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഇപ്പുറത്ത് അശ്വിൻ ഉണ്ടല്ലോ, അശ്വിൻ അനുമോളെ കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു തോന്നുന്നു. കൂടുതൽ ടൈം അനുമോൾ കോൾ ചെയ്തപ്പോൾ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുന്നത് അശ്വിനായിരുന്നു. മറ്റുള്ളവരൊക്കെ സംസാരിക്കുന്നുണ്ട്, പക്ഷെ അശ്വിന് പിടിച്ചുകൊണ്ടിരിക്കുന്നു. അശ്വിൻ ആഗ്രഹം അനുമോളുടെ കൂടെ വരാനായിരുന്നു തോന്നുന്നു. പക്ഷെ എല്ലാന്നൊക്കെ പറയും. പക്ഷെ നിങ്ങൾ ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ ഫോണൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അനുമോൾ കോൾ ചെയ്യുമ്പോൾ കൂടുതൽ ടൈം ഫോൺ പിടിച്ചുകൊണ്ടിരുന്നത് അശ്വിനാണ്. അശ്വിന് ആഗ്രഹമുണ്ട് അനുമോളുടെ ടീമിലെത്താൻ. പക്ഷെ അനുമോൾ പറഞ്ഞു വേണ്ട, അശ്വിൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് സുബിൻ്റെ സൗണ്ട് മനസ്സിലാക്കിയിട്ട് സുബിനെ സെലക്ട് ചെയ്തു. എന്തോ ദൈവഭാഗ്യവശാൽ സുബിനെ തന്നെ കിട്ടിയിട്ടുണ്ട്. സുബിനെ കിട്ടണമെന്നായിരുന്നു അനുവിൻ്റെ ആഗ്രഹം എന്നുള്ളത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. മഹിക്ക് മീനാക്ഷിയെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. അതെന്താ
ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ ഇവിടെ ഒരു കോംബോ പുറത്തിടണമെന്ന്? മഹിയും മീനാക്ഷിയും തമ്മിലുള്ള ലവ് കോംബോയേ ഉണ്ട്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിൻ്റെ ഉള്ളിൽ എല്ലാ ഷോ അല്ല, ബിഗ് ബോസ് ഷോ പോലെ വലിയ ഗംഭീര ഷോയാക്കി മാറ്റാനായിട്ട് ഈ ഒരു കോമഡി കുക്ക് എന്ന് പറയുന്ന ഷോ മാറ്റാനായിട്ട് പലരും ശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത് തന്നെയാണ് അണിയറ പ്രവർത്തകരുടെ ആഗ്രഹം, ആവശ്യം. അതിനുവേണ്ടി അവർ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യും. പക്ഷേ ഉണ്ടല്ലോ, എല്ലാ ഷോയ്ക്കും എന്താ പറയുക, ഈ ബിഗ് ബോസിലെ ലവ് കോംബോ ഒക്കെ ഉള്ളതാണ് ആ ഷോയ്ക്ക് ഒരു ഹിറ്റ് ആവുക അല്ലേ. ഇതിനകത്തും അങ്ങനെ ഒരു കോംബോ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും സ്ക്രിപ്റ്റ്. എന്തായാലും സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുത്ത അനുസരിച്ച് മഹിയും മീനാക്ഷിയും അതിൻ്റെതായ രീതിയിൽ നല്ല രീതിയിലൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ ആക്ട് ചെയ്ത് സീരിയസ് ആവാതിരുന്നാൽ മതി. അടുത്തത് സാബു. മഹിയുടെ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. മഹിക്ക് നമ്മുടെ എന്താ പറയുക, മീനാക്ഷിയെ കിട്ടണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ മീനാക്ഷി അല്ല കിട്ടിയത്. മീനാക്ഷി ആണെങ്കിൽ കൂടുതൽ ഫോണൊക്കെ പിടിക്കാൻ നിന്നു മഹിയെ കിട്ടാൻ വേണ്ടി. പക്ഷെ അല്ല, മഹിക്ക് കിട്ടിയത് കെവിനെയാണ്. അങ്ങനെ കെവിൻ വന്നു പോനിക്കരിയായിട്ട്. അടുത്തത് സാബു ചേട്ടനെ അങ്ങനെ പ്രത്യേകിച്ച് ആരെ കിട്ടണ്ടെന്നും ഇല്ലായിരുന്നു തോന്നുന്നു. പക്ഷെ ആൾ പറഞ്ഞ മനസ്സിലൊരാളുണ്ട് പറയില്ല എന്ന് പറഞ്ഞു. ചിന്നുവിനെയാണ്, അതായത് ശ്രീവിദ്യനെയാണ് ചേട്ടന് കിട്ടിയത്. IG ഗീത പ്രഭാകരനായിട്ടാണ് ശ്രീവിദ്യ വന്നത്. നന്നായിരുന്നു, അവതരണമൊക്കെ നന്നായിരുന്നു. പിന്നെ അൻസിബക്ക് അശ്വിനെ കിട്ടണം എന്നായിരുന്നു ആഗ്രഹം ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ അശ്വിൻ എൻ്റെ ക്യാരക്ടർ സരോജ് കുമാർ ആയിട്ടായിരുന്നു. നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ്റെ ക്യാരക്ടർ കിടിലോട്ട് ചെയ്തു കേട്ടോ, അടിപൊളിയായിരുന്നു. അടുത്തത് സന്ധ്യാമ്മക്ക് ഡെയിനെ മതി എന്നുള്ള ഉണ്ടായിരുന്നു. ഡെയിനെ തന്നെയാണ് കിട്ടിയത്. ഡെയിൻ ഭീമനായിട്ടാണ് വന്നേ. അത് പറഞ്ഞത് നന്നായിട്ടോ, ഭീമനാണെന്ന്. ജയനാണെന്ന് ഞാൻ കരുതിയത്. ഇൻട്രോ ഒക്കെ കണ്ടപ്പോൾ ജയനാന്ന് വിചാരിച്ചു. ജയനാ, ലാലോ ലക്സ എല്ലാം കൂടി ഒരു മിക്സിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. പക്ഷെ ഇടയ്ക്ക് ഡെയിനും കയറി വരുന്നുണ്ട് മീനാക്ഷി പറഞ്ഞ പോലെ. പക്ഷെ നന്നായിരുന്നു വെച്ചാൽ നമ്മളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, നമ്മളെ ചിരിപ്പിക്കുന്നത്, നമുക്കത് മതി. ഡെയിൻ നന്നായിരുന്നു. ഡെയിൻ വന്നത് ഭീമൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ്, ഭീമൻ ചേട്ടൻ്റെ ക്യാരക്ടറാണ്. പിന്നെ അടുത്തത് ശബരീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഷോയിൽ ഉണ്ടെന്ന് പോലും പലപ്പോഴും തോന്നാറില്ല. ശബരീഷിന് കിട്ടിയിരിക്കുന്നത്, ശബരീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടല്ലോ ഈ ചേട്ടനെ എപ്പോഴും കിട്ടാറ് ഒന്നില്ലെങ്കിൽ കെവിൻ. ഇവർ രണ്ടുപേരിലും ഒരാളായിരിക്കും. ഈ തുടക്കം മുതലുള്ള എല്ലാ ആഴ്ചയിലും അങ്ങനെ തന്നെയാണ്. ഒരു വ്യത്യാസവും ഇല്ലാണ്ട് ഇപ്പം കിട്ടിയിരിക്കുന്നത് എവിനെയാണ് കേട്ടോ, വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഉള്ളത് ഒരാളേ ഉള്ളൂ, സുചിത്രയ്ക്ക് കിട്ടിയിരിക്കുന്നത് മീനാക്ഷിയാണ്. അവർ ഹാപ്പിയാണ് മീനാക്ഷി സുചിത്രയ്ക്ക് കിട്ടിയത്. അവർ ഇതിനു മുമ്പും ഇങ്ങനെ ഒരു കോംബോ അവർ വന്നിട്ടുണ്ട്. അങ്ങനെ അവസാനം പക്ഷെ മീനാക്ഷിക്ക് ആഗ്രഹം മഹിയെ കിട്ടാനായിരുന്നല്ലോ. മഹിക്കും അതിനോടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മീനാക്ഷിയെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടിങ്കിള് നമ്മുടെ പ്രൊഡ്യൂസർ ഡയറക്ടർ പറഞ്ഞു കൊടുത്ത പോലെ, അതാരായിക്കോട്ടെ, ആരോ പറഞ്ഞു കൊടുത്ത പോലെ ടിങ്കിള് ചോദിച്ചു, മഹിയോട് സീരിയസ് ആയിട്ടൊരു കാര്യം ചോദിക്കട്ടെ, മീനാക്ഷിയെ ഇഷ്ടമാണോ? മീനാക്ഷിയുടെ സീരിയസ് ആയിട്ടൊരു ഇഷ്ടമാണോ? സീരിയസ് ആയിട്ടുള്ള ഇഷ്ടമൊക്കെ ഈ ഷോ ടെലികാസ്റ്റ് ചെയ്യുന്ന സമയത്താണോ ചോദിക്കുന്നത്? ഇതൊക്കെ സ്ക്രിപ്റ്റഡാണ്. ഒരു ലവ് കോംബോ ഇതിനകത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ടിങ്കിളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും മീനാക്ഷിയും ഈ പറഞ്ഞ മഹിയും ഇത് സ്റ്റാർട്ടിങ് മുതൽ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അവർ പറഞ്ഞു കൊടുത്ത പോലെ നന്നായി ചെയ്യുന്നുണ്ട്. എന്തായാലും അവരുടെ കോംബോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വരുന്നു. കുറച്ചും കൂടി എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടും, നല്ല കയറി പിടിക്കുന്നുണ്ട്. ഏതൊരു ലവ് കോംബോയിലും ഒരു വില്ലൻ ഉണ്ടാവുമല്ലോ. ഡെയിൻ നായകനിൽ നിന്ന് വില്ലനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ ഗംഭീരമായിട്ട് പോകുന്നു. അതെവിടം വരെ പോകുന്നു നമുക്ക് വരുന്ന ദിവസങ്ങളിൽ നോക്കാം. പിന്നെ അഡ്വാൻറ്റേജ് ടാസ്ക് എന്നത്തെയും പോലെ ഇന്ന് നടന്നിരിക്കുകയാണ്. നുറുക്കുണ്ടാക്കണം, വെറുതെ ഉണ്ടാക്കിയാൽ പോരാ, അത് അക്ഷരങ്ങളാക്കി മാറ്റണം. അത് ആരാ ഉണ്ടാക്കണ്ടേ? പൂക്കീസ് കുക്ക് ചെയ്യല്ല, ടാസ്ക് ചെയ്യണം എന്ന്. നുറുക്കിന് വേണ്ടിയിട്ട് നുറുക്കുണ്ടാക്കാനുള്ള മാവ് മാത്രമേ കൊടുക്കുള്ളൂ. അതിൽ എത്രത്തോളം വെള്ളം വേണം, എത്രത്തോളം ഉപ്പ് വേണം, എല്ലാ സാധനങ്ങളും കറക്റ്റ് പാകത്തിന് പൂക്കീസ് കുഴയ്ക്കണം. മഞ്ഞപ്പൊടി ഏത്, ഉപ്പ് ഏത്, പഞ്ചസാര ഏതെന്ന് അറിയാൻ പാടില്ലാത്ത പൂക്കീസ് നുറുക്കിനുള്ള മാവ് കുഴയ്ക്കാൻ. എങ്ങനെ കുഴയ്ക്കുമല്ലേ? പക്ഷെ അവർ കുഴപ്പിച്ചു. അവരെ കൊണ്ട് ആരാ കുഴപ്പിച്ച? കുക്സിനെ അറിയാലോ. അവർ പറഞ്ഞു കൊടുത്തു എങ്ങനെയൊക്കെയാണ് ഒഴിക്കേണ്ടത്, എങ്ങനെ എത്ര ഭാഗം വേണം എന്നൊക്കെ പറഞ്ഞ് അവസാനം ആ ഇടിയപ്പം നുറുക്കുണ്ടാക്കുന്ന അച്ചിലേക്ക് മാവിടുന്ന ഭാഗം വരെ എത്തിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ടാസ്ക് മലയാള അക്ഷരങ്ങൾ ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ മലയാള അക്ഷരങ്ങൾ വൃത്തിയായിട്ട് ആരും ഉണ്ടാക്കുന്നോ അവരാണ് ഈ ഒരു അഡ്വാൻറ്റേജ് ടാസ്കിൽ വിജയിക്കുക. നല്ലതാണല്ലേ? പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് കുക്കിംഗ് അറിയുന്നവർക്കൊക്കെ സുഖമാണ് ഇങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ കുക്കിംഗ് അറിയാൻ പാടില്ലാത്തവർക്ക് ഇതൊരു 1.5 ടാസ്ക്കാണ്. പ്രത്യേകിച്ച് അക്ഷരം കൂടി അറിയില്ലെങ്കിൽ പിന്നെ പറയണോ? മലയാള അക്ഷരമൊക്കെയാണ്, പക്ഷേ ഗാ ഏത്, ടാ ഏത്, മാ ഏത്, വാ ഏതെന്ന് അറിയാൻ പാടില്ല എന്നുള്ളത് പബ്ലിക്കായിട്ട് നമ്മളെയൊക്കെ അറിയിച്ചിരിക്കുകയാണ്.
ഇത് ഉണ്ടാക്കി ടൈം കൊടുക്കും. ടൈം കഴിഞ്ഞ ശേഷം ഇവരെല്ലാവരും കൂടി വന്നിട്ട് ജഡ്ജസിൻ്റെ അടുത്തേക്ക് എത്തുന്നു. ഇവർ വാല്യൂ ചെയ്യുന്നു. അതേ എന്നതേ പോലെ ഗംഭീരമായിരുന്നു. അങ്ങനെ സന്ധ്യാമയും ഡെയിനും 7 പോയിന്റ്, അൻസിബയും അശ്വിനും 1 പോയിന്റ്, മഹിയും കെവിനും 3 പോയിന്റ്, സുചിത്രയും മീനാക്ഷിയും 11 പോയിന്റ്, അനുവും സുബിനും 10 പോയിന്റ്, സാബുവും ശ്രീവിദ്യയും 9 പോയിന്റ്, ജിയോ മച്ചാനും നെവിനും 8 പോയിന്റ്, ശബരീഷും കെവിനും 4 പോയിന്റ്. ഇങ്ങനെയാണ് പോയിന്റ് കിട്ടിയിരിക്കുന്നത്. ഇത് ആരാ വിന്നർ പറയണ്ടല്ലോ, സുചിത്രയും മീനാക്ഷി 11 പോയിന്റ്. അവർ അഡ്വാൻറ്റേജ് ടാസ്ക് വിജയിച്ചു. ഈ അഡ്വാൻറ്റേജ് ടാസ്ക് വിജയിച്ച ഈ ടീമിന് ഭയങ്കര ഭാഗ്യം കേട്ടോ. കാരണം എലിമിനേഷൻ വീക്കാണ്. എലിമിനേഷനാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ നാളെ നടക്കുന്ന ടാസ്കിൽ ഈ ഒരു അഡ്വാൻറ്റേജ് ടാസ്ക് വിജയിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അതിൽ കിട്ടുന്ന ബെനഫിറ്റ് അവർക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. അവർ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാം എങ്ങനെ ഉപയോഗിക്കുന്നുള്ളത്. പക്ഷേ സുചിത്ര അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ഒരു പ്ലെയറാണ്. എല്ലാം ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഇത് സുചിത്ര നല്ല രീതിയിൽ ഉപയോഗിക്കുമെന്ന് തന്നെ വിചാരിക്കുന്നു. പക്ഷേ എന്ത് ചെയ്യണം, നല്ലോണം കുക്ക് ചെയ്യുന്ന അനുമോളെ തന്നെ ആയിരിക്കും ഒരു പനിഷ്മെൻ്റ് ആയിട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ആക്കുന്ന, ഫ്ലെയിം ഓഫ് ആക്കുക, അങ്ങനത്തെ പരിപാടിയാണ് ഇത് കൊടുക്കാൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ തന്നെ ആയിരിക്കും. അനുമോളെ ടാർഗറ്റ് ചെയ്യും, അങ്ങനെ സംശയമൊന്നുമില്ല. അപ്പോൾ എലിമിനേഷൻ വീക്കല്ലേ, ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുപോകാം ടീമെ. നമുക്ക് നോക്കാതെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ഗംഭീര എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തേത്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 9 മണിക്ക് ഏഷ്യാനെറ്റിൽ ഷോ ടെലികാസ്റ്റിംഗ് ഉണ്ട്. മസ്റ്റായിട്ട് നിങ്ങൾ കാണുക. അടിപൊളിയാണ്. നമുക്ക് കുറേ നേരം ചിരിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം കേട്ടോ. ആരായിരിക്കും ഈ ആഴ്ച പോവുക, അത് നാളത്തെ എപ്പിസോഡിലായിരിക്കും എവിക്ഷൻ കാണിക്കുക. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും പോവുക, പുറത്ത് പോവുക? എൻ്റെ മനസ്സിൽ കുറച്ച് പേരുണ്ട് അവരായിരിക്കും പോവുക. പോയിന്റ് ഉണ്ടല്ലോ, ഈ ഒരാഴ്ച നടത്തിയ പോയിന്റ് വൈസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ എവിൻ, കെവിൻ, പിന്നെ ശബരീഷ്, ഇവരിൽ നിന്നൊക്കെ ആരെങ്കിലുമൊക്കെ പോകാനാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത്. ആരാണെന്നുള്ളത് വരുന്ന ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. വരുന്ന ദിവസങ്ങളെല്ലാം നാളെ കണ്ടറിയാം. അപ്പം അതിൻ്റെ ഒരു അപ്ഡേഷനായിട്ട് വരാം. നമ്മുടെ ഗുരുമന്ത്ര അപ്ഡേറ്റ് ഞാൻ ഈ വീഡിയോയുടെ ബാക്കിൽ വെക്കാം. ട്രിപ്പിൾ പ്രൊട്ടക്ഷൻ 3 കല്ലുകൾ ചേർന്ന ബ്രേസ്ലെറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു. ഈ ബ്രേസ്ലെറ്റ് ശരീരത്തിനും മനസ്സിനും ചുറ്റുമുള്ള നെഗറ്റീവ് എനർജികളെ അകറ്റാൻ നമ്മളെ സഹായിക്കുന്നു. ഒരു സംരക്ഷണം, ഈവിളൈ അതായത് ദൃഷ്ടിദോഷം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിക്കുന്നു. ടൈഗർ ഐ ധരിക്കുന്നത് മൂലം നമുക്ക് വല്ലാത്തൊരു ധൈര്യമാണ് വരുന്നത്. ഫോക്കസ് കൂട്ടാനും ധനം നമ്മളിലേക്ക് ആകർഷിക്കാനും ഹെമറ്റൈറ്റിസ് സ്റ്റോൺ ഇതിലുണ്ട്. ബ്ലാക്ക് ഓബ്സിഡിയൻ ശരീരത്തിനും മനസ്സിനും ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. അതായത് ദോഷകരമായിട്ടുള്ള ആളുകളിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ നമ്മളെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആത്മവിശ്വാസം കൂട്ടി നെഗറ്റീവ് ചിന്തകളെല്ലാം മാറ്റി അത് പോസിറ്റീവ് ചിന്തയാക്കാൻ, ഉൾഭയം, പേടി, ടെൻഷൻ എന്നിവയുള്ളവർക്കൊക്കെ ഈ ഒരു ബ്രേസ്ലെറ്റ് ഭയങ്കര പവർഫുൾ ആയിരിക്കും. നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളെക്കാതെ ഈ സ്റ്റോണിൻ്റെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യും. മണി മാഗ്നറ്റ് ഗുരുമന്ത്രയിലെ മോസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റാണ്. പണം, സക്സസ്, ഓപ്പർച്യൂണിറ്റി ആകർഷിക്കുന്ന ഒരു ക്രിസ്റ്റൽസ് കോമ്പിനേഷനാണ് ഈ ബ്രേസ്ലെറ്റിലുള്ളത്. ഇതിൽ സിട്രിൻ, പൈറൈറ്റ്, ഗ്രീൻ അവഞ്ചർ, ടൈഗർ ഐ വെൽത്ത് അട്രാക്ട് ചെയ്യാനും പണം, ഇൻകം ഓപ്പർച്യൂണിറ്റീസ് ആകർഷിച്ച് വരുന്ന കുറച്ച് സ്റ്റോൺസ് ആണ്. ബിസിനസ് ഗ്രോത്ത്, കരിയർ ഗ്രോത്ത്, എന്ത് സക്സസിനും നമുക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ധരിച്ചാൽ മതി. വല്ലാത്തൊരു കോൺഫിഡൻസ് ആണ്. ഡിസിഷൻ മേക്ക് ചെയ്യാനും ബോൾഡായിട്ടൊരു ഡിസിഷൻ എടുക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നു. ഒരു പോസിറ്റീവ് എനർജി, അതായത് നെഗറ്റീവ് വൈബ്സ് നീക്കി പോസിറ്റീവ് ആക്കുന്നു. ലക്ക്, സക്സസ്, ഭാഗ്യവും വിജയവും വർദ്ധിപ്പിക്കുന്ന സ്റ്റോൺ. സിട്രൻ എന്ന് വെച്ചാൽ മണിയും സക്സസും, പൈറൈറ്റ് വെൽത്തും പ്രൊട്ടക്ഷനും, ഗ്രീൻ അവഞ്ചർ ലക്കും ഓപ്പർച്യൂണിറ്റീസും, ടൈഗർ ഐ കോൺഫിഡൻസും ആക്ഷനും. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഒരു ബ്രേസ്ലെറ്റിൽ കിട്ടിയാലോ മണി മൈൻഡ് സെറ്റ് പ്ലസ് സക്സസ് എനർജി പ്ലസ് കോൺഫിഡൻസ് നൽകും. ഇത് ഞാൻ കൂടുതൽ ബിസിനസ്സുകാർക്കും വർക്ക് ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. കാരണം അവരാണല്ലോ പണം ഉണ്ടാക്കി നമ്മളിലേക്ക് കൊണ്ടു തരുന്നത്. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുന്നവർ ഇത് ധരിക്കുക. ഇതാണ് എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ്. നമ്മുടെ കുഞ്ഞു മക്കൾ മുതൽ നമ്മുടെ കോളേജിലൊക്കെ പഠിക്കുന്ന വലിയ മക്കൾക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ്. എഡ്യൂക്കേഷൻ ബ്രേസ്ലെറ്റ് എന്നാണ് ഇതിനെ പറയുന്നത്. ഈ ബ്രേസ്ലെറ്റ് ധരിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ശ്രദ്ധയും ഓർമ്മശക്തിയും വർദ്ധിപ്പിക്കുന്നു. പഠനത്തിൽ കൂടുതൽ ഏകാഗ്രത നേടാനും ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും പഠിച്ച കാര്യങ്ങൾ എളുപ്പത്തിൽ ഓർത്തെടുക്കാനും സഹായിക്കുന്നു. മനഃശക്തി ലഭിക്കാൻ, ടെൻഷൻ, ആശങ്ക കുറയ്ക്കാൻ സഹായിക്കുന്ന സ്റ്റോൺസ് ആണ് ഇതിലുള്ളത്. ആത്മവിശ്വാസം വർദ്ധിപ്പിച്ച് പരീക്ഷകൾക്കും പഠനത്തിനും കൂടുതൽ ആത്മവിശ്വാസം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയും നല്ല ചിന്തയും നല്ല എനർജിയും വർദ്ധിപ്പിക്കുന്ന അത്തരം എനർജി ഉള്ള കോമ്പിനേഷൻസ് ഉള്ള സ്റ്റോൺസ് ആണ് ഈ ഒരു ബ്രേസ്ലെറ്റിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ
കോളേജിൽ പഠിക്കുന്ന വലിയ കുട്ടികൾ വരെ ഇത് വാങ്ങിച്ച് ധാരാളം ധരിക്കുന്നുണ്ട്. പിന്നെ ചില പാരൻസ് പറയുന്ന ഒരു കാര്യമാണ്, ഇത് കുട്ടികൾക്ക് സ്കൂളിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. അതെ, മിക്ക സ്കൂളുകളിലും ഇപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബ്രേസ്ലെറ്റ് ഒന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ ഇത് നിങ്ങൾക്ക് കുട്ടികളുടെ ബാഗിൽ വെച്ച് കൊടുക്കാം. സ്കൂളിൽ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വീട്ടിൽ വരുമ്പോൾ അവർ പഠിക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാതെ പിന്നെ പുറത്തോട്ടൊക്കെ നിങ്ങൾ ഷോപ്പിങ്ങിനോ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ പുറത്തേക്ക് പോവില്ലേ, മറ്റുള്ള ദൃഷ്ടിദോഷങ്ങൾ നമ്മുടെ കുഞ്ഞിനെ ഏൽക്കാതിരിക്കാൻ ഇതിൽ ലാപ്പിസ് ലസൂലി എന്ന് പറയുന്ന ഒരു സ്റ്റോൺ ഉണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുട്ടികളെ കാമാക്കി വെക്കാനും ഏകാഗ്രത, അതായത് പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ മാത്രം ചിന്തിക്കാനായിട്ട്, അതായത് ഒരു ശ്രദ്ധ വേണ്ടേ, അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്തായിരിക്കും കുട്ടികൾക്ക് പല കാര്യത്തിലും ശ്രദ്ധ ഉണ്ടാവുക. എന്നാൽ അതെല്ലാം മാറ്റി പഠിക്കുന്ന സമയത്ത് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ ഫോക്കസ് കൊടുക്കാനായിട്ട് പറ്റുന്ന എനർജി ഈ സ്റ്റോണിനുണ്ട്. റോഡ് സ്കോട്ട്സ് സ്നേഹവും കരുണയും വർദ്ധിപ്പിച്ച് ഹൃദയത്തിൽ സ്നേഹം, കരുണ, സഹാനുഭൂതി എന്നിവ വളർത്താൻ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് റോഡ് സ്കോട്ട് സ്റ്റോൺ. ഹൃദയചക്രം ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. തുറന്ന മനസ്സും സന്തോഷവും നൽകാനായിട്ട് സഹായിക്കുന്ന ഒരു സ്റ്റോണാണ് കേട്ടോ ഇതിലുള്ളത്. നമുക്ക് മനഃശക്തി നൽകും. സമ്മർദ്ദം, ദുഃഖം, ആശങ്ക, സ്ട്രെസ്സ് അതൊക്കെ കുറയ്ക്കാനായിട്ട് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ഇപ്പോൾ പ്രണയബന്ധമായിക്കോട്ടെ, കുടുംബ ബന്ധമായിക്കോട്ടെ, സൗഹൃദങ്ങളായിക്കോട്ടെ, ഭാര്യ ഭർത്തൃ ബന്ധമായിക്കോട്ടെ, ഇവയെല്ലാം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന എനർജി ഈ സ്റ്റോണിനുണ്ട്. ഇത് നമ്മുടെ എനർജി ആയിട്ട് വർക്ക് ചെയ്ത് സെൽഫ് ലവ് വർദ്ധിപ്പിക്കുന്നു. സ്വയം വിശ്വാസവും സ്നേഹവും വർദ്ധിപ്പിക്കാനും കോൺഫിഡൻസ്, സെൽഫ് ആക്സെപ്റ്റൻസ് വളർത്താൻ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജിയിൽ നിന്നും പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു എനർജി ഈ ഒരു സ്റ്റോണിനുണ്ട്. നന്നായി ഉറങ്ങാനായിട്ട് ഇത് തലേണയുടെ അടിയിൽ വെച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. നമുക്ക് ബെറ്റർ സ്ലീപ്പ് കിട്ടും. ഇതാണ് പ്രൊട്ടക്ഷൻ സ്റ്റോൺ. ഇത് ധരിക്കുന്നവർക്ക് യാത്രക്കിടയിലുള്ള സുരക്ഷ ഒരു പോസിറ്റീവ് എനർജിയിൽ ലഭിക്കുന്നു. യാത്രയിൽ സുരക്ഷയുടെ പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാം. യാത്രക്കിടയിൽ അപകടങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. നെഗറ്റീവ് എനർജി ഒഴിവാക്കാൻ ഇതിലുള്ള കല്ലുകളുണ്ടല്ലോ, സ്റ്റോൺസ്, ദോഷകരമായ ഊർജങ്ങളെ തടയും. മനഃശക്തിയും ആത്മവിശ്വാസവും ഇത് ധരിക്കുന്നത് പോലെ ലഭിക്കും. ഭയം കുറയ്ക്കാനും മനസ്സിൽ സമാധാനം ഉണ്ടാക്കാനൊക്കെ ഇതിലെ സ്റ്റോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഭാഗ്യവർദ്ധകമായി കരുതുന്നു. യാത്ര വിജയകരമാക്കാൻ ലക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഈ സ്റ്റോൺസ് ഉണ്ടല്ലോ, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബാലൻസ് നിലനിർത്തുന്നു. അതായത് നമ്മളിപ്പോൾ ഒരുപാട് പേരെ കാണുന്നുണ്ടാവും പുറത്ത്, പക്ഷേ ഏത് ദോഷകരമായ എനർജിയിൽ നമ്മൾ പോയിട്ടുണ്ടെങ്കിലും നമ്മളെ ചുറ്റും ഒരു കവചം പോലെ, ഒരു ഷീൽഡ് പോലെ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എനർജിയാണ് ഈ ഓരോ സ്റ്റോൺസിന് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോണാണ് ഈ ഒരു ബ്രേസ്ലെറ്റിലുള്ളത്. ഇതാണ് പൈറേറ്റ് ബ്രേസ്ലെറ്റ്. സമ്പത്ത്, ഭാഗ്യം, വെൽത്ത് അട്രാക്ട് ചെയ്യാൻ, അതായത് പണം ആകർഷിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോണ്. ബിസിനസ് സക്സസ്, കരിയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്നു. കൂടാതെ നെഗറ്റീവ് എനർജിയിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നു. ബാഡ് വൈബ്സിൽ നിന്നും നമ്മളെ അകറ്റുന്ന ഒരു പ്രൊട്ടക്ഷൻ സ്റ്റോണാണിത്. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, കോൺഫിഡൻസ്, വിൽ പവർ കൂട്ടാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ മെച്ചപ്പെടുത്തും. എനർജി, മോട്ടിവേഷൻ, ടയർഡ്നെസ് കുറയ്ക്കാനും മോട്ടിവേഷൻ, പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. മെൻ്റൽ ക്ലാരിറ്റിക്ക്, അതായത് ഫോക്കസ്, കോൺസെൻട്രേഷൻ മെച്ചപ്പെടുത്തുന്നു. ഡിസിഷൻ മേക്ക് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന സ്റ്റോണാണിത്. മാനിഫെസ്റ്റേഷനൊക്കെ, അതായത് ഇഷ്ടങ്ങൾ നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സ്റ്റോണാണ്. നമ്മുടെ ഓറ ഉണ്ടല്ലോ, അത് സ്ട്രോങ് ആക്കും. ഇതാണ് സൺസ്റ്റോൺ. ഒരു പ്രകാശമുള്ള രത്നമാണിത്. ആത്മവിശ്വാസവും പോസിറ്റീവ് എനർജിയും വർദ്ധിപ്പിക്കുന്നു. ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന സ്റ്റോണാണ് സൺസ്റ്റോൺ. ധൈര്യവും ആത്മവിശ്വാസവും കൂട്ടാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുക മാത്രമല്ല, പോസിറ്റീവ് എനർജി നൽകുന്നു. നെഗറ്റീവ് ചിന്തകൾ കുറിച്ച് മനസ്സിന് ഉന്മേഷവും സന്തോഷവും നൽകുന്നു. മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനോടൊപ്പം തന്നെ ആശങ്ക കുറയ്ക്കാനും സഹായിക്കുന്നു. ലീഡർഷിപ്പ് കഴിവ് വർദ്ധിപ്പിക്കുന്നു. നേതൃത്വ ഗുണങ്ങൾ വളർത്താൻ, അതായത് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഗുണകരമായിട്ടുള്ള സ്റ്റോണാണ് ഈ സൺസ്റ്റോൺ എന്ന് പറയുന്നത്. ആരോഗ്യ ഗുണം എന്ന് പറയുന്നത് ശരീരത്തിലെ ഊർജത്തെ ബാലൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. മാത്രമല്ല ആകർഷണ ശക്തി കൂടി ഈ സ്റ്റോണിനുണ്ട്. വ്യക്തിത്വം മെച്ചപ്പെടുത്തുകയും ആളുകളെ നമ്മളിലേക്ക് ആകർഷിക്കാൻ സഹായിക്കുന്ന ഒരു എനർജി ഈ സൺസ്റ്റോണിനുണ്ട്. ധൈര്യമായിട്ട് വാങ്ങിയിട്ട് വലത് കൈയിൽ ധരിച്ചോളൂ. ഇത് മണി മാഗ്നറ്റ് ആമയാണ്. ആമ പല സംസ്കാരത്തിലും ദീർഘായുസ്, സമാധാനം, സ്ഥിരത, ഭാഗ്യം എന്നിവയുടെ പ്രതീകമായിട്ടാണ് ആമയെ കണക്കാക്കുന്നത്. വീട്ടിൽ വെക്കുകയാണെങ്കിൽ കുടുംബൈക്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. നെഗറ്റീവ് എനർജി കുറയ്ക്കുന്നു. വടക്കു ഭാഗത്ത് വെക്കുകയാണെങ്കിൽ കരിയർ വളർച്ചയ്ക്കും
കിഴക്ക് ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ആരോഗ്യവും കുടുംബ ഐക്യത്തിനും ഓഫീസ് ടേബിളിൽ സ്ഥിരതയും ശ്രദ്ധയും കൊണ്ടുവരാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ധനസമ്പാദ്യം, സമൃദ്ധി, പോസിറ്റീവ് എനർജി എന്നിവ ആകർഷിക്കാനായിട്ട് നമ്മുടെ വീടുകളിലോ നമ്മുടെ ഓഫീസിലോ ഒക്കെ ആമയെ വെക്കാറുണ്ട്. സമ്പത്തിനെയും സമൃദ്ധിയെയും പോസിറ്റീവ് എനർജിയെയും അട്രാക്ട് ചെയ്യുന്ന സ്റ്റോൺസിൽ നിർമ്മിതമായ ആമയാണിത്. സിട്രിൻ, പൈറൈറ്റ്, ഗ്രീൻ അവഞ്ചർ, ടൈഗ്രൈ ഇതൊക്കെ പണത്തെ ആകർഷിക്കുന്ന സ്റ്റോൺസ് ആണ്, ക്രിസ്റ്റൽസ് ആണ്. സിട്രിനെ മെർച്ചന്റ് സ്റ്റോൺ എന്നാണ് പറയുന്നത്. സമ്പത്ത്, ബിസിനസ് വളർച്ച എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഈ സ്റ്റോൺ ഈ ആമയിലുണ്ട്. ആ യെല്ലോ കളർ കാണുന്നില്ലേ, അതേ സ്റ്റോൺ. അടുത്ത് പൈറൈറ്റ്. ധനം, സംരക്ഷണം, ആത്മവിശ്വാസം എന്നിവയ്ക്ക് വേണ്ടിയിട്ടാണ് പൈറൈറ്റ്. ആ പൈറൈറ്റ് സ്റ്റോണും ആ യെല്ലോ സ്റ്റോണിന്റെ സൈഡിൽ കാണുന്ന സ്റ്റോൺ ആണ് പൈറൈറ്റ്. പിന്നെ ഗ്രീൻ അവഞ്ചർ, ആ ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, അതാണ് ഗ്രീൻ അവഞ്ചർ. ഭാഗ്യം, അവസരങ്ങൾ, സാമ്പത്തിക പുരോഗതി ഇതൊക്കെ കൂട്ടാനായിട്ട് ഗ്രീൻ അവഞ്ചർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അടുത്ത് ടൈഗ്രൈ. ധൈര്യവും തീരുമാനക്ഷമത ബിസിനസ്സിന് വിജയത്തിന് കാരണമാകുന്നു. ആമയുടെ ചുണ്ടിന്റെ ഭാഗത്ത് കാണുന്നില്ലേ മുഖഭാഗം, അത് ടൈഗ്രയാൽ നിർമ്മിതമാണ്. സാമ്പത്തിക ഭാഗ്യം വർദ്ധിപ്പിക്കുന്നു. പോസിറ്റീവ് ചിന്തകൾ നമ്മുടെ സ്ഥാപനത്തിലും വീടുകളിലും കൊണ്ടുവരുന്നു. ആത്മവിശ്വാസം നമ്മളെ കൂട്ടുന്നു. നമുക്ക് മാത്രമല്ല, അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനും ആ ഒരു ആത്മവിശ്വാസം കിട്ടുന്നു. നമ്മുടെ വീടുകളിൽ വെക്കുകയാണെങ്കിൽ വീട്ടിലുള്ള എല്ലാവർക്കും ആ ഒരു ആത്മവിശ്വാസം ലഭിക്കും. ബിസിനസ്സിനും ജോലിക്കും ശ്രദ്ധയും ഉത്സാഹവും നൽകാനായിട്ട് ഈ ആമ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആമയിലുള്ള സ്റ്റോൺസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ കണ്ട എല്ലാ സ്റ്റോൺസും ഉത്ഭവപ്പെടുന്ന പ്രകൃതിയിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്ന സ്റ്റോൺ. അതാണ് കേട്ടോ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഭൂമിക്കടിയിലെ ചൂടുള്ള മാഗ്മ, അതായത് മോൾട്ടൻ റോക്സ് പതുക്കെ തണുക്കുമ്പോൾ അതിലുള്ള ധാതുക്കൾ ക്രമമായി അടിഞ്ഞുകൂടി ക്രിസ്റ്റലായിട്ട് രൂപാന്തരപ്പെടുന്നു. ഉദാഹരണം ക്വാർട്സ്, അമത്തിസ്റ്റ് ഒക്കെ. ധാതുക്കൾ കലർന്ന വെള്ളം പാറകളിലെ ചെറിയ പൊള്ളകളിലേക്ക് കയറുന്നു. പിന്നീട് ആ വെള്ളം ഉണങ്ങുകയോ തണുക്കുകയോ ചെയ്താൽ ധാതുക്കൾ ക്രിസ്റ്റലുകളായി വളരും. ഉദാഹരണത്തിന് സെലനൈറ്റ് ഒക്കെ പോലെ. ഭൂമിക്കടിയിൽ വലിയ ചൂടും സമ്മർദ്ദവും ചില ധാതുക്കളെ മാറ്റി പുതിയ ക്രിസ്റ്റലുകളാക്കുന്നു. സഫയർ പോലെയുള്ള സ്റ്റോൺസ്. അത്തരം ഒരു സ്റ്റോണിന്റെ ചെറിയൊരു രൂപമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഒറിജിനൽ സ്റ്റോൺസ് ഇതേപോലെ ഇരിക്കും. ഇതാണ് ചെറിയ ബീഡ്സുകളാക്കി മാറ്റുന്നത്. ഒറിജിനൽ സ്റ്റോൺസ് ധരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ഒരു ചെറിയൊരു തണുത്ത സ്പർശം ഉണ്ടാകും. സ്റ്റോൺസിലെല്ലാം ചെറിയ സ്വാഭാവിക പാടുകളും കാണാം. പോളിഷ് ഒന്നും ആയിരിക്കില്ല, ചെറിയൊരു പാടുകളൊക്കെ ഉണ്ടാകും. ഈ സ്റ്റോൺസിൽ ഒരുപാട് ആത്മീയമായിട്ടും എനർജി വൈസ് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള സ്റ്റോൺസ് ആണ് നിങ്ങളുടെ കയ്യിലെ ബ്രേസ്ലെറ്റുകളായിട്ട് ഗുരുമന്ത്രയിൽ കൊടുക്കുന്നത്. ഇതുപോലെയുള്ള പല പ്രക്രിയ കഴിഞ്ഞിട്ടാണ് പല സ്റ്റോൺസും പല പേരിൽ അറിയപ്പെടുന്നത്. അതും അതിൻ്റെ ആത്മീയ ഗുണങ്ങളും വ്യത്യസ്തമായിരിക്കും. 100% ഒറിജിനൽ സ്റ്റോൺസ് ആണ് നിങ്ങളുടെ കൈകളിലേക്ക് ഗുരുമന്ത്ര നൽകുന്നത്. ഇത് കരിങ്ങാലി ബ്രേസ്ലെറ്റ് മോസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഗുരുമന്ത്ര ഇത് ഫ്രീ ആയിട്ടാണ് ഓരോ പ്രോഡക്റ്റിൻ്റെ കൂടെയും കൊടുക്കുന്നത്. ഇതിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഒരു സ്ട്രോങ് പ്രൊട്ടക്ഷനാണ് നമുക്കിത് തരുന്നത്. ദൃഷ്ടിദോഷങ്ങൾ, നെഗറ്റീവ് എനർജി, ദോഷശക്തികളിൽ നിന്നുമെല്ലാം നമുക്കൊരു സംരക്ഷണമാണ്. ഇത് സ്റ്റോൺ അല്ല, ഇതൊരു വുഡാണ്, ഒരു മരമാണ്. ഈ മരത്തിൽ നിന്നും ഉണ്ടാക്കിയിരിക്കുന്ന ബീഡ്സിൽ നിർമ്മിതമായ ഈ ഒരു കരിങ്കാലി ബ്രേസ്ലെറ്റ് സ്റ്റെബിലിറ്റി, ഗ്രൗണ്ടിങ്, നമ്മുടെ മൈൻഡൊക്കെ കാമാക്കി വെക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഫോക്കസ്, ക്ലാരിറ്റി, കോൺസെൻട്രേഷൻ, ക്ലിയർ തിങ്കിങ് ഒക്കെ മെച്ചപ്പെടുത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. സ്പിരിച്വൽ എനർജി, അതായത് പൂജ, പ്രാർത്ഥന, അതിനൊക്കെ നമ്മൾ കൂടുതൽ പോസിറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ബ്രേസ്ലെറ്റ് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത് സെലനൈറ്റ് പ്ലേറ്റ് ആണ്. പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ ക്ലെൻസിങ്, മറ്റുള്ള ക്രിസ്റ്റലുകൾ ക്ലെൻസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സ്റ്റോണിൽ നിർമ്മിതമാണ് ഈ സെലനൈറ്റ് പ്ലേറ്റ്. നെഗറ്റീവ് എനർജി നീക്കം ചെയ്യുന്നു. മറ്റ് ക്രിസ്റ്റലുകളെ ചാർജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. മറ്റു ബ്രേസ്ലെറ്റുകൾ സെലനൈറ്റ് പ്ലേറ്റിന്റെ മുകളിൽ വെച്ച് നമുക്ക് ക്ലെൻസ് ചെയ്തെടുക്കാം. മുറിയിലോ പൂജാ റൂമിലോ വെച്ചാലും നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടും. മെഡിറ്റേഷൻ സമയത്ത് ഇത് അടുത്ത് വെക്കുകയാണെങ്കിൽ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടും. ഭയങ്കര നമുക്ക് മൈൻഡൊക്കെ കാമാക്കി വെക്കാൻ സാധിക്കും. സെലനൈറ്റ് പ്ലേറ്റ് ആണെങ്കിലും സെലനൈറ്റ് ബ്രേസ്ലെറ്റ് ആണെങ്കിലും വെള്ളത്തിൽ നനയ്ക്കാതിരിക്കാൻ മാക്സിമം നോക്കുക. കാരണം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രിസ്റ്റലാണ്. നമുക്ക് നെഗറ്റീവ്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ ക്രിസ്റ്റൽസ് യൂസ് ചെയ്യുന്നത്. ചുറ്റുമുള്ള നെഗറ്റീവ്സ് എല്ലാം തന്നെ ഈ സ്റ്റോൺസിലായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. ഈ സ്റ്റോൺസ് ഒന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്ലേറ്റ് വാങ്ങി ഈ പ്ലേറ്റിൻ്റെ മുകളിൽ സ്റ്റോൺസ് വെച്ച് നമുക്ക് ചാർജ് ചെയ്തെടുക്കാം. ഇനി ഗുരുമന്ത്രയിലേക്ക് വരുന്ന ഓരോ ഓർഡറുകളും എങ്ങനെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്ന വരെയുള്ള പ്രോസസ്സ് ഞാൻ ഒന്ന് ചുരുക്കി പറയാം. നിങ്ങൾ വാട്സപ്പിലൂടെ ഓർഡർ ചെയ്യുമ്പോൾ അടുത്ത പ്രോസസ്സാണ്, ഒരു സ്റ്റിക്കി നോട്ടിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ആവശ്യം, നിങ്ങൾ എന്ത് സ്റ്റോണാണോ സെലക്ട് ചെയ്തത് ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളുടെ ജോബ്, നിങ്ങൾക്ക് എന്താണോ ആവശ്യം എന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യും. എന്നിട്ട് ഇത് ബോക്സിലാക്കിയിട്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാൻ ഇതിൽ പറയാം. നമ്മളിത് ആദ്യം തന്നെ ഒന്ന് ക്ലെൻസ് ചെയ്യും, അതായത് എനർജൈസിങ് എന്ന്
എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിനൊരു എനർജി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റു കൈകളിൽ നിന്നും കൈമാറി വന്ന ഈ ഒരു പ്രൊഡക്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് വന്നിട്ടുണ്ടെങ്കിൽ ഈ നെഗറ്റീവ്സ് നമ്മുടെ സ്റ്റോൺസിൽ നിന്നും മാറ്റുന്ന ഒരു പ്രക്രിയ, ഒരു ശുദ്ധീകരണം എന്നാണ് ഇതിനെ വിളിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. നോർമലി മറ്റു പേജുകളിൽ ഇതിനെ എനർജൈസിങ് എന്നാണ് വിളിക്കുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റും രുദ്രാക്ഷവും നമ്മൾ നെയ്യിലാണ് എനർജൈസ് ചെയ്യുന്നത്. നെയ്യിൽ എനർജൈസ് ചെയ്തതിന് ശേഷം കുറച്ച് ഭസ്മം എടുത്തിട്ട് നല്ലോണം ഒന്ന് റബ്ബ് ചെയ്ത് ഇതിലെല്ലാം എനർജൈസ് ചെയ്യുന്ന പ്രക്രിയയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ വിഭൂതി കൊള്ളിക്കും. ഇതിൻ്റെ ഒരു ശുദ്ധീകരണം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നെഗറ്റീവ് എനർജി എല്ലാം മാറിയിട്ടുണ്ട്. ഇനി അടുത്തത് റേക്കി ഹീൽ കൊടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു എനർജൈസിങ് നമ്മൾ ചെയ്യും. ഇതിൽ പോസിറ്റിവിറ്റി കൂട്ടും. അതിനുശേഷമാണ് നമ്മൾ റേക്കി എനർജൈസിങ്ങിലേക്ക് പോകുന്നത്. കരിങ്ങാലി ബ്രേസ്ലെറ്റ് നെയ്യിലാണെങ്കിൽ ഈ സ്റ്റോൺസ് നമ്മൾ നെഗറ്റീവ് എനർജി കളയുന്നത് ഇതേ രീതിയിലാണ് കേട്ടോ. ഉപ്പുവെള്ളത്തിൽ കഴുകിയതിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് കിടക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അതിരാവിലെ റേക്കി ഹീലിംഗിലേക്ക് പോകും. ശുദ്ധീകരണം കഴിഞ്ഞ് എനർജൈസിങ് കഴിഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾ ഇതുപോലെ ബോക്സിലാക്കി നിങ്ങളുടെ പേരും ആവശ്യവും പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിരാവിലെയാണ് റേക്കി ഹീൽ ചെയ്യുന്നത്. ആ ഒരു പ്രക്രിയയാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഓരോരുത്തരുടെയും എടുത്തതിന് ശേഷം നമ്മൾ ഫ്രീ ആയിട്ട് തരുന്ന കരിങ്ങാലി ബ്രേസ്ലെറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ വെക്കുന്നുണ്ട്. അതിലും എനർജൈസ് ചെയ്തിട്ട് തന്നെയാണ് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. ഒരുപാട് സിമ്പിൾസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് പാക്കിങ്ങിലേക്ക് വന്നിരിക്കുകയാണ്. പാക്ക് ചെയ്യുന്ന സമയത്തും ഒരുപാട് ഓർഡേഴ്സ് ഒരു വീട്ടിൽ തന്നെ ഒരുപാട് പേർക്കുള്ളത് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പേര് മാറിപ്പോവരുത്. ആരുടെ പേരിലാണോ ചെയ്തിരിക്കുന്നത് അവർ തന്നെ മസ്റ്റായിട്ടും അത് ഉപയോഗിക്കണം, മാറിപ്പോവാതിരിക്കാൻ. ഓരോരോ ധരിക്കേണ്ട ആൾക്കാരുടെ പേര് വെച്ചിട്ടാണ് എഴുതി നോട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ലിപ്പ് കളയില്ല. ബോക്സിൻ്റെ പിന്നിൽ നമ്മളത് സ്റ്റിക്ക് ചെയ്ത് വെച്ച് കാണും. പാക്കിംഗ് കവറിൻ്റെ ഉള്ളിലേക്ക് കയറ്റുന്ന സമയത്താണ് ഞാൻ ഈ ഒരു സ്റ്റിക്ക് എടുത്ത് മാറ്റുന്നത്. അതുവരെ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും. അതായത് നിങ്ങൾ ഓർഡർ തരുന്ന പ്രോഡക്റ്റ് നിങ്ങളുടെ പേരിൽ തന്നെ ചെയ്തത് പാക്കിംഗ് കവറിലേക്ക് എത്തുന്നവരെ ആ ഒരു സ്റ്റിക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഇത് മാറിപ്പോവാതിരിക്കാനും നിങ്ങളുടെ എനർജിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതാണ്. അത് കറക്റ്റായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ എല്ലാ ശുദ്ധിയോടുകൂടി എത്താൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം ടൈം എടുത്ത് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിങ്ങനെ ബാർകോഡൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കുന്നത്. അതുവരെ ഈ യെല്ലോ കളർ നിങ്ങൾ കാണുന്നത് ഞാൻ നിങ്ങളുടെ പേരിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റിക്കാണ്. ഇതുകൊണ്ടാണ് നമ്മൾ വെബ്സൈറ്റും മറ്റു പേജിലും തുടങ്ങാത്തത്. കാരണം അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇത്രത്തോളം ശുദ്ധിയോട് കൂടിയിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്തിക്കാനായിട്ട് കഴിയില്ല. എല്ലാ ശുദ്ധിയോട് കൂടിയിട്ട് വേണം നിങ്ങളുടെ കൈകളിലേക്ക് ഇത് എത്താനായിട്ട്. അതുകൊണ്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതെല്ലാം പോകാനുള്ള പ്രോഡക്റ്റുകളാണ്. ഇനി കൊറിയർ ബോയ് വന്ന് ഇതെല്ലാം കൊണ്ടുപോകും. പിന്നെ സേഫായിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് ഇതെത്തും. ഇതിനകത്ത് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, ഓൺലൈൻ പേയ്മെൻറ്റും ഉണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞ് ആ സ്ലിപ്പ് എന്ത് ചെയ്യുന്നതാണ്. ഞാൻ എഴുതി വെച്ചിരിക്കുന്ന ഓരോ സ്ലിപ്പും ഓരോരുത്തരുടെ ആഗ്രഹമാണ്, അവരുടെ പ്രതീക്ഷയാണ്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇത് വിഷ് ബോക്സിൽ വെക്കും. ഒരാഴ്ച ഈ വിഷ് ബോക്സിൽ വെച്ച് റേക്കി സിമ്പിൾസ്, മണി അട്രാക്ഷനുള്ളതും അവർക്ക് ഹാപ്പി ആയിട്ടിരിക്കാനോ അവർക്ക് എനർജി കൊടുക്കാനും അവരുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് പോകാൻ കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ആ സിമ്പിൾസ് എല്ലാം വെച്ച് വിഷ് ബോക്സിൽ വെച്ചിട്ട് അത് പ്രാർത്ഥിക്കും. 7 ദിവസം അത് അവിടെ വെച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം യൂണിവേഴ്സിലേക്ക് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് എങ്ങനെയാണ് കൊടുക്കുക എന്ന് വെച്ചാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നിൽ നമുക്ക് കത്തിച്ച് കളയാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് ഒഴുക്കാം. ഞാനിവിടെ ചെയ്യാറ് അത് കത്തിച്ച് കളഞ്ഞതിന് ശേഷം അത് പറപ്പിച്ച് കളയും. യൂണിവേഴ്സിലേക്ക് അത് കൊടുക്കും. യൂണിവേഴ്സിലേക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അത് ആഗ്രഹ സഫലീകരണം എന്ന് പൂർത്തിയാകുന്നത് അത്തരത്തിലാണെന്നാണ് വിശ്വാസം. ആദ്യത്തെ കുറച്ച് പേരുടെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് റേക്കി ബോക്സിലേക്ക് വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യും. പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആവശ്യം പറഞ്ഞിട്ടുള്ള ഇതേപോലെ വീണ്ടും നമ്മൾ വിഷ് ബോക്സിൽ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യും. അത് വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ അത് വീണ്ടും നമ്മൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കും. ഇതാണ് ഗുരുമന്ത്രയിൽ ചെയ്യുന്നത്. ഇതിന് ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, ഒരുപാട് ടൈമും വേണം. ഗുരുമന്ത്രയെ വിശ്വസിച്ച് വരുന്ന ഓരോ കസ്റ്റമറും നമുക്ക് അത്ര വാല്യുബിൾ ആണ്. ചതിച്ചോ വഞ്ചിച്ചോ പറ്റിച്ചോ അല്ല, ഹാർഡ് വർക്ക് ചെയ്താണ് ഗുരുമന്ത്രയെ ഇത്രയ്ക്ക് എത്തിച്ചത്.